മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളിയായിട്ടുള്ള രഞ്ജിതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ വലിയ വേദനയോട് കൂടിയിട്ട് നമ്മൾ മലയാളികൾ അതൊക്കെ തന്നെ ഏറ്റെടുത്തിരുന്നു. രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയൊരു തീരാ ദുഃഖം തന്നെയാണ് അഹമ്മദാബാദ് വിമാനാപകടം എന്ന് പറയുന്നത്. രഞ്ജിതയെ സംബന്ധിച്ച് അവർ UK പോകുന്നതൊക്കെയായി ബന്ധപ്പെട്ട് അവരുടെ വീട് പണി ഉൾപ്പെടെയുള്ള വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവർ യാത്ര തിരിച്ചിരുന്നത്. അവരുടെ പണി കഴിയാത്ത ആ വീടൊക്കെയായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ആ ഒരു വിഷയങ്ങളൊക്കെ തന്നെ മലയാളികൾ മറന്നു തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ അത് ഭാരതീയ ജനതാ പാർട്ടി പത്മജ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആ രഞ്ജിതയുടെ വലിയ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആ രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഈ ഒരു ഓണദിനത്തിലേക്ക് വീട്ടിലേക്ക് കയറിക്കൂടണം എന്നുള്ള വലിയ ആഗ്രഹമാണത്. ആ ആഗ്രഹം നമുക്കറിയാം, മരണപ്പെട്ട ആളുകളെ നമുക്ക് തിരിച്ചു കിട്ടുകയൊന്നും തന്നെയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ബാക്കിയുള്ള മനുഷ്യർക്ക് സാധിക്കാറുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട്. അവരെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ വീട് പണി കഴിഞ്ഞ് പത്മജ വേണുഗോപാലൊക്കെ ആ വീട്ടിലേക്ക് കയറുന്നതും ആ വീട്ടുകാർ കയറുന്നതൊക്കെ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അവരുടെ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ഓണം എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു ഓണമാണ്. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അവരോടൊപ്പം ഞാനും BJPയും നിൽക്കുമെന്ന് അന്ന് ഒരു വാക്ക് നൽകിയിരുന്നു. ആ വീട് പൂർത്തിയായി രഞ്ജിതയുടെ അമ്മയും കുഞ്ഞുങ്ങളും ആ വീട്ടിൽ നിന്ന് താമസം തുടങ്ങി. അത്യാവശ്യം വലിയൊരു തുക ആവശ്യമായ ഉദ്യമത്തില് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും സഹായവുമായി എത്തിയതോടെ കാര്യങ്ങളെല്ലാം വേഗതയിൽ ആയി. ഒപ്പം ഈ വീട് പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫാർ മുഹമ്മദ് അലി, പൂനെയിലുള്ള വ്യവസായി ഗണേഷ് കുമാർ, കൂടാതെ ഇറോം ഗ്രൂപ്പിനെയും ഈ നിമിഷത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. മലയാളികളൊക്കെ തന്നെ ഈ ഒരു ഓണദിനത്തിൽ ഇതിനൊക്കെ നേതൃത്വം നൽകിയ പത്മജ വേണുഗോപാലിന് നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എയർ ഇന്ത്യ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായ മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ പൂർത്തിയാകാത്ത സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട്. ഇന്ന് എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്ന ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി ആത്മാർത്ഥമായി പരിശ്രമിച്ചത് ശ്രീമതി പത്മജ വേണുഗോപാലാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ചെറിയൊരു പങ്ക് എനിക്കും വഹിക്കാൻ ആയതിൽ അതിയായ സന്തോഷവും നന്ദിയും. മലയാളികളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും അവരുടെ കൂടെയുണ്ട് BJP കേരളം. ഞാന് ഈ ഒരു ഓണദിനത്തിൽ എനിക്ക് ഏറെ സന്തോഷം നൽകിയൊരു വാർത്ത തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് അപകട മരണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ദിനം പ്രതി വാർത്തകളിൽ അപകട മരണങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. അത് നമ്മുടെ വീടോ നമ്മുടെ നാടോ ആയി ബന്ധപ്പെട്ടതല്ലാതെ വരുമ്പോൾ, അത് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ അതങ്ങ് മറന്ന് അടുത്ത വാർത്തകളിലേക്കാണ് പോവാറുള്ളത്. ഈ രഞ്ജിനിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വാർത്തകൾ ആ സമയത്തുണ്ടായിരുന്നു. മലയാളികൾ വളരെ വേദനയോടുകൂടിയാണ് ആ വാർത്ത കേട്ടതും. വലിയ സ്വന്തം വീട്ടിൽ നടന്നതുപോലെ തന്നെയാണ് ഓരോ മലയാളിയും അത് ഏറ്റെടുത്തത്. വലിയ വാർത്താ പ്രാധാന്യം അതിന് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് ഇത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്മജ വേണുഗോപാലിന്റെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവർക്ക് വീട് പണി ചെയ്തു കൊടുത്തത് കൊണ്ടാണോ ഇതിന് വലിയൊരു വാർത്താ പ്രാധാന്യവും ഒരു വലിയ ചർച്ചയും ഒന്നും തന്നെ ഇല്ലാത്തത്? മാധ്യമങ്ങളുടെ അജണ്ടയൊക്കെ തകർന്നു പോകുന്നത് കൊണ്ടാണോ? ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കുക. സകല പ്രമുഖ മാധ്യമങ്ങളോടും പറയാനുള്ളത്, ഇതൊന്നും വാർത്തയാക്കിയിട്ടില്ലെങ്കിലും ഇതൊക്കെ ഓൺലൈൻ ചാനലുകളിലൂടെ സകല സാധാരണക്കാരിലേക്ക് എത്തും.
അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും പത്മജ വേണുഗോപാലൊക്കെ നമ്മുടെ കേരളത്തില് മലയാളികൾക്കൊപ്പം മലയാളികളുടെ ആവശ്യങ്ങൾക്ക് സഹായങ്ങൾക്ക് നിരന്തരം ഉണ്ടാവും എന്നുള്ളതൊക്കെ തന്നെ കേരളത്തിലെ സാധാരണക്കാര് ദിനംപ്രതി ഓൺലൈൻ ചാനലുകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെയൊക്കെ റിസൾട്ട് വരും കാലങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന ഭാഗത്തിന് വേണ്ടി മാത്രം വാർത്ത കൊടുക്കുന്നതൊന്ന് നിർത്തിയിട്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ നന്മ നിറഞ്ഞ വാർത്തകൾ ഈ ഓണദിനത്തിലൊക്കെ അല്ലേ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ മുക്കിയിട്ടുള്ള മറ്റൊരു വാർത്തയുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓണാശംസകളും നബിദിനാശംസകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ സന്ദേശം അറിയിച്ചുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഓണാശംസകൾ അദ്ദേഹത്തിൻ്റെതൊന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. ഈ മനോഹരമായ ഉത്സവം എല്ലാവർക്കും സന്തോഷവും നല്ല ആരോഗ്യവും സമൃദ്ധിയും നൽകട്ടെ. ഓണം കേരളത്തിന്റെ പാരമ്പര്യത്തെയും സമ്പന്നമായ സംസ്കാരത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഈ ഉത്സവം ഐക്യത്തിന്റെയും പ്രതീക്ഷയുടെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും പ്രതീകമാണ്. ഈ വേള നമ്മുടെ സമൂഹത്തിൽ സൗഹാർദ്ദം വളർത്താനും പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സഹായിക്കട്ടെ. ഇവിടെ ഈ ഓണത്തിനെതിരെയൊക്കെ പച്ചവർഗീയത പറയുന്ന സകല ആളുകളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ഓണ സന്ദേശം ഒരു 100 തവണ ഒന്ന് വായിച്ചു പഠിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പറയുന്നത് കേരളത്തിന്റെ ആഘോഷം എന്ന, അതൊക്കെ ഒന്ന് സകല ആളുകളും ഈ തീവ്ര ചിന്താഗതിക്കാര്, ജിഹാദികള്, പച്ചവർഗീയവാദികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അദ്ദേഹം നബിദിന ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നബിദിന ആശംസകൾ അറിയിച്ചിട്ട് അത് നമ്മുടെ മാധ്യമങ്ങള് വല്ല പ്രാധാന്യവും കൊടുത്ത് ഒരു വാർത്തയാക്കുന്നുണ്ടോ? ഓരോ ആളുകളും ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ നബിദിന ആശംസകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മീലാദുൻ നബി ദിനത്തിൽ ആശംസകൾ. ഞാൻ പരിഭാഷപ്പെടുത്തിയതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഈ പുണ്യദിനം നമ്മുടെ സമൂഹത്തിൽ സമാധാനവും ക്ഷേമവും കൊണ്ടുവരട്ടെ. കാരുണ്യം, സേവനം, നീതി എന്നിവയുടെ മൂല്യങ്ങൾ എപ്പോഴും നമ്മെ നയിക്കട്ടെ. ഈദ് മുബാറക്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നബിദിനാശംസകൾ നേർന്നിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മനഃപൂർവ്വം അത് മറച്ചു പിടിക്കുന്നില്ലേ? ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതൊക്കെ നിരന്തരം പ്രമുഖ മാധ്യമങ്ങള് നമ്മുടെ കേരളത്തിലെ മലയാളികളിലേക്ക്, സാധാരണക്കാരിലേക്ക് എത്തിച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മതത്തിനും എതിരല്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങള് തിരിച്ചറിയും. അദ്ദേഹം എതിരുള്ളത്, ബോധമുള്ള സകല മനുഷ്യരും എതിരുള്ളത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനൊക്കെയാണ് എതിരുള്ളത്. ഒരു മതത്തിനും ബോധമുള്ള ഒരു മനുഷ്യരും എതിരല്ല. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നബിദിനാശംസകളും ഓണാശംസകളൊക്കെ നേരുന്നത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ വാർത്ത കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഓരോ സാധാരണക്കാരന്റെയും ആവശ്യമുള്ളത്. അല്ലാതെ പാർട്ടി നോക്കി നമ്മുടെ കേരളത്തിലൊക്കെയുള്ള കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വേണ്ടി മാത്രം നിങ്ങൾ വാ തുറന്നാൽ പോരാ എന്നുള്ളത് തന്നെയാണ് സകല ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്.